ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് KSRTC ബസ്സിൽ കയറി മുണ്ടക്കയം പോകും. മുണ്ടക്കയത്ത് നിന്ന് നമ്മുടെ കസിനുണ്ട്. അപ്പോൾ കസിൻ സ്കൂട്ടറുമായിട്ട് മുണ്ടക്കയത്ത് കാണും. കസിൻ്റെ കൂടെ നമ്മൾ പരുന്തുംപാറയിലേക്ക് പോവുകയാണ്. എൻ്റെ വീട് പറത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഏറെക്കുറെ ഒരു 52-53 കിലോമീറ്റേഴ്സ് ഉണ്ട് പരുന്തുംപാറ വരെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴി വളരെ രസകരമാണ്. രണ്ട് സൈഡിലും മലകളും അപ്പോൾ അടിപൊളി വ്യൂസൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. എസ്പെഷ്യലി KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത തന്നെ ഒരു വൈബാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറുമ്പിക്കര മലനിരകളാണ്. അതിൻ്റെ താഴ്വാരത്ത് കൂട്ടിക്കൽ ഗ്രാമവും ഒരു അതിമനോഹരമായ വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഈ സൗന്ദര്യം എത്രയധികം ക്യാമറയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമാണ്. നിങ്ങൾ പാലാ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ പരുന്തുംപാറയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിഷ്വൽസൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴി വരാവുന്നതാണ്. ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് സിഡാപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ആക്ച്വലി മുണ്ടക്കയത്തിനും പറത്താനത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ KSRTCയിൽ യാത്ര ചെയ്ത് നമ്മൾ മുണ്ടക്കയത്തെത്തി. ഇപ്പോൾ മുണ്ടക്കയത്ത് നമ്മൾ കസിൻ്റെ കൂടെ സ്കൂട്ടറിൽ നമ്മൾ പരുന്തുംപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൃശ്ചിക മാസം തുടങ്ങി ശബരിമല സീസൺ ആരംഭിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളുണ്ട്. മെയിനായിട്ടും കരിക്കും പിന്നെ കൈതച്ചക്കയാണ്. കൈതച്ചക്ക 1 കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് ഇവിടെ വെറ്റുകൊണ്ടിരുന്നത്. ശബരിമല സീസൺ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടികൾ റോഡിലുണ്ട്. കൂടുതലും തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടികളാണ്. അതുപോലെ തന്നെ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ KK റോഡ് വഴിയുള്ള യാത്ര തന്നെ അടിപൊളിയാണ്. ഈ KK റോഡ് വഴി നമ്മൾ വളഞ്ഞെങ്ങാൻ എത്തുന്നോടം വരെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം. ഇപ്പോൾ തന്നെ രണ്ട് സൈഡിലും റബ്ബറുകളൊക്കെ റബ്ബർ മരങ്ങൾ വെട്ടിക്കളഞ്ഞത് കാരണം അവിടെ എല്ലാം നല്ല അടിപൊളി ബ്രെത്ത്ടേക്കിംഗ് വിഷ്വൽസ് നമുക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന അതിൽ ഒരെണ്ണം മാത്രമാണ്. ഇവിടെ ഒത്തിരി വണ്ടികൾ നിർത്തിയ ആൾക്കാർ പിക്ചേഴ്സൊക്കെ എടുക്കാറുണ്ട്. അടിപൊളി വിഷ്വൽസാണിത്. ഇതും ക്യാമറയിൽ എത്രയധികം പതിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ മലനിരകളും കണ്ടിങ്ങനെ നിൽക്കാൻ തന്നെ അടിപൊളി വൈബാണ്. അങ്ങനെ നമ്മൾ KK റോഡിൽ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പന്മാരൊക്കെ വണ്ടികൾ നിർത്തി റിഫ്രഷ് ആകുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വത്സറിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ പോകുന്ന വഴിയൊക്കെ നമുക്ക് കുരങ്ങന്മാരെ ഇഷ്ടം പോലെയാണ്. ഇവിടെയും കുറച്ച് കുരങ്ങന്മാരുണ്ട്. കുറച്ച് കുട്ടി കുരങ്ങന്മാരും വലിയ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള ചരക്ക് കയറ്റി പോകുന്ന വലിയ ലോറികളാണ് ഇവിടുത്തെ മെയിൻ ഒരു വിഷയം. ഇവരെ ഓവർടേക്ക് കയറി പോകുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ലോറികളുടെ പുറകിലായിരിക്കും ഒരു കൂട്ടം വണ്ടികളായിരിക്കും. അപ്പം കുറച്ച് പേർ ഓവർടേക്ക് കയറി പോയി കഴിയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സിഗ്നൽ കഴിഞ്ഞ് പോകുന്ന പോലെ ഒരു തിരക്കായിരിക്കും റോഡിൽ. ഇങ്ങനെ ഓരോ കൂട്ടങ്ങൾ പോലെ പാക്കറ്റ്സ് ഓഫ് ഡാറ്റ പോകുന്ന പോലെയാണ് ഇങ്ങനെ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വണ്ടികൾ കയറി വരുന്നത്. അങ്ങനെ നമ്മൾ വളഞ്ഞെങ്ങാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചാർലി സിനിമയിലൊക്കെ കാണുന്ന വെള്ളച്ചാട്ടമല്ലേ. ചാർലി സിനിമയിൽ ഈ വെള്ളച്ചാട്ടത്തിനോട് വെച്ചാണ് മറ്റേ ദുൽഖർ കൊണ്ട് ചായ കൊടുക്കൂലേ, ആ സീൻ ടെസ്സ ഇങ്ങനെ വണ്ടിയുടെ ജനലിൽ ചാരിയിരുന്ന് കാണാതെ അവിടെ ഇരിക്കുന്ന സീൻ അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ നിർത്തുന്നില്ല, നമ്മളതിൽ വിട്ടു പോവുകയാണ്. നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പരുന്തുംപാറയിലേക്ക് പോവുകയാണ്. നമ്മൾ വളഞ്ഞെങ്ങാനത്ത് നിർത്തുന്നില്ല.
ആ മുന്നിലൊരു ഓട്ടോക്കാരൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മ, പുള്ളിക്കാരൻ്റെ ഓട്ടോയിൽ നിന്ന് വരുന്ന പുകയെന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ശ്വാസം മുട്ടുന്നുള്ള തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകണം, പക്ഷെ നടക്കുന്നുമില്ല. ആശ നല്ല കത്തിച്ച് വിട്ടാണ് പോകുന്നത്. കയറി പോകുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഈ പുകയടിച്ചങ്ങ് പോവുക. അത് നമ്മുടെ വിധി. എവിടെ വരെ ഉണ്ടാവും പുള്ളിക്കാരൻ. അങ്ങനെ നമ്മൾ പുള്ളിക്കാരനെ ഓവർടേക്ക് ചെയ്തു. ഇപ്പം കുറച്ച് നല്ല സുഖകരമായിട്ട് വായി ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. നല്ല തണുത്തിപ്പം നമുക്ക് നല്ല തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുട്ടിക്കാനത്തോട് അടുക്കാറുണ്ട്. ഇപ്പം നല്ലോണം നമുക്ക് ഒരു ഹൈ റേഞ്ചിൻ്റെ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പുറത്തിന് ഇന്നങ്ങനെ വലിയ ചൂടും വെയിലും ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു മഴക്കാറ് മൂടി കിടക്കുന്നതായത് കാരണം നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഓട്ടോക്കാരൻ്റെ ഫ്രണ്ടിൽ കയറിയപ്പോൾ തന്നെ നല്ല ആശ്വാസം. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ഉച്ചയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു. നല്ല വിശപ്പുണ്ട്. ഇപ്പം സമയം 2 മണിയൊക്കെ ആറായിട്ടുണ്ട്. അപ്പം ഇവിടെ കുട്ടിക്കാനത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പം നല്ല വൈബിൽ നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ഫുഡ് കൂടെ ആണെങ്കിൽ രക്ഷപ്പെട്ടു. ഇവിടുന്ന് നമുക്ക് വലത്തോട്ടേക്കാണ് പോകേണ്ടത്. ഇടത്തേക്ക് പോകുന്നത് കട്ടപ്പന വഴിക്കും വലത്തേക്ക് പോകുന്നത് കുമളി വഴിക്കുമാണ്. അപ്പോൾ കുമളി വഴിക്ക് പോകുന്ന വഴിക്ക് നിന്ന് നമ്മൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടൊരു ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററോളം ഉണ്ട്. കുട്ടിക്കാലത്ത് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കടയിലാണെങ്കിൽ റൈറ്റിലേക്ക് തിന്നു. ഇവിടെ ചോറുണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പൊറോട്ട ഉണ്ടാകും. ഇപ്പോൾ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കപ്പ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ട്. 2 ഇപ്പോൾ സമയം കഴിച്ചിട്ടില്ല. കപ്പ ബിരിയാണി വന്നു. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്, ചൂടുണ്ട്. ഒരു ഫസ്റ്റ് ടൈം കൂടെ ഇവിടെ കഴിച്ചത്. നമ്മൾ കയറിയിരിക്കുന്ന ഹോട്ടൽ ഒരു ദേവ ഹോട്ടൽ കുട്ടിക്കാനത്ത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നമ്മൾ പിന്നെയും ട്രാവൽ തുടങ്ങിയിരിക്കുകയാണ്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഫുഡിൻ്റെ റേറ്റ് അത്യാവശ്യം കൂടുതലായിരുന്നു. 150 രൂപയായിരുന്നു ആ കപ്പ ബിരിയാണിക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിക്കാനത്ത് ഒരു പൈൻമരക്കാടൊക്കെ ഉണ്ട്. പൈൻമരക്കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കുമളി പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. കുട്ടിക്കാനത്ത് ഒരു 12 കിലോമീറ്റർ ഉണ്ട് പരുന്തുംപാറയിലേക്ക്. നല്ല തണുപ്പാണ്. തണുപ്പടിച്ച് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഒരു സമയം 2:49. അപ്പോൾ എങ്ങോട്ട് നല്ല തണുപ്പാണ് ഇവിടെ. പീരുമേട് ടൗണല്ല ഇവിടെ. ചിദംബരം പിള്ളൈ മെമ്മോറിയൽ. ഒക്കെ പണിയാണ്. ൊക്കാണല്ലോ കണ്ണാടിയൊക്കെ വെച്ച്. റോഡ് തീർത്തിട്ട് തുടങ്ങിയാൽ പോരാ.
ഇപ്പം നമ്മൾ കല്ലാർക്കവല ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കല്ലാർക്കവലയിൽ നിന്ന് വലത്തേക്ക് പോകുന്നത് പരുന്തുംപാറയിലേക്കും നമ്മൾ നേരെ റോഡ് വഴി പോകുന്നത് കുമളിക്കുമാണ്. കുമളി തേക്കടിയെല്ലാം പോകുന്ന നേരെ. ഇവിടെയും നമുക്ക് നല്ല രസമാണ്. ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പരുന്തുംപാറ ചെന്നാൽ അവിടെ നിന്ന് നമുക്ക് തേയിലപ്പൊടി ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങളിലുണ്ടാകുന്ന തേയിലപ്പൊടി നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. ഈ തേയിലത്തോട്ടങ്ങളിൽ ഇടയ്ക്കിടെ ഇങ്ങനെ മരങ്ങൾ വളർന്ന് നിൽക്കുന്നതും അപ്പുറത്ത് ഇന്ന് വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലെ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. ഇവിടെ ബൈക്കിനും പൈസ ഒന്നും കൊടുക്കണ്ട, കാറിനും പൈസ കൊടുക്കണം എനിക്കല്ല, കാറിന് പൈസ കൊടുക്കണമെന്നാണ് തോന്നുന്നത്. നമ്മൾ പരുന്തുംപാറ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പാർക്കിംഗ് ആണിത്. അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നു. വണ്ടി റോഡിലാണോ ഇരിക്കുന്നത്? മുന്നിൽ കാണുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പിലെ വാൾപേപ്പറൊക്കെ പോലെ കാണുന്ന സ്ഥലമാണ്. ഞാൻ ടെലിഫോട്ടോ ലെൻസ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ തണുപ്പും ഇവിടുത്തെ ശാന്തതയും എന്ത് രസം. ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് നല്ല മൂടൊക്കെ പോയി പണിയൊക്കെ എടുത്ത് മടുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങോട്ട് വരെ ഇവിടെ നല്ല രസം. വെയിലില്ല, നല്ലൊരു മഴക്കാറ് മൂടി ഇങ്ങനെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ആകാശമേ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ സ്ഥലം ആക്ച്വലി പരുന്തുംപാറയല്ല. പരുന്തുംപാറയിലോട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം. പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മളിനിയിപ്പം ബൈക്കിൽ കയറി പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ കാറ്റില്ല ഇവിടെ, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ല കാറ്റുണ്ടാകുന്ന സമയമുണ്ട്. അപ്പോഴത്തേക്കും പട്ടം പറത്താനായിരിക്കും. കാറ്റുണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ പട്ടം പറത്തുന്നുണ്ട്. പട്ടം പറത്തുന്ന ശരിക്കും പരുന്തുംപാറ. നീ ഇവിടുന്ന്
നടന്നു വേണം ആക്ച്വൽ പാറയുടെ അങ്ങോട്ടേക്ക് പോകാൻ. നമ്മളിപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിനി ഇതിൽ നടന്ന് ഇതിപ്പോൾ കണ്ട പാറയില്ലേ അങ്ങോട്ടേക്ക് പോവാം. അത്യാവശ്യം നല്ല ഡേഞ്ചർ വഴിയാണ്. ഇവിടെ ഒരു കൊക്ക ഉണ്ടോ? എൻ്റെ മോനെ അടിപൊളി. ഇവിടെ പരുന്തുംപാറയ്ക്ക് മുമ്പ് അടിപൊളിയായിട്ടുള്ളൊരു കൊക്ക ഉണ്ട്. ഇതുണ്ടോ? താഴേക്ക് വലിയ ആഴമാണ്. പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇത് കണ്ടോ? അത് ഒഴുകുന്ന കാണാൻ രസമാണ്. നല്ല പേടി തോന്നുന്നുണ്ട് ഇവിടെ കാറ്റടിക്കുന്ന കാരണം. അതാണ് പരുന്തുംപാറ. നമ്മളിവിടെ നിൽക്കാം. നമ്മളിതുവഴി ഇറങ്ങി അപ്പോൾ പരുന്തുംപാറയുടെ മുകളിൽ നിന്നുള്ള വിഷ്വൽസും അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചുള്ള യാത്രയൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. സീ യു ഓൾ ഓൺ ദ പാർട്ട് 2. ബൈ ബൈ, ടേക്ക് കെയർ.